പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവർക്കെല്ലാം എല്ലാം ലഭിക്കുന്നുണ്ട്, നമുക്ക് മാത്രം എന്താണ് ഒന്നും ലഭിക്കാത്തതെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ തന്നെയാണ് അതിന് പരിധി നിശ്ചയിക്കുന്നത്. എനിക്കിതൊന്നും നേടാനുള്ള കഴിവില്ല, ഇതിനൊന്നും എനിക്ക് അർഹതയില്ല, ഇതെല്ലാം പണമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് എൻ്റെ വിധി എന്നിങ്ങനെ സ്വയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന സമ്പത്തിനെയും സൗഭാഗ്യങ്ങളെയും നേടിയെടുക്കാനുള്ള അവസരങ്ങളെ നിങ്ങൾ തന്നെയാണ് പരിമിതപ്പെടുത്തുന്നത്. മുന്നിലുള്ള അവസരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ. അങ്ങനെ പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും സമ്പത്തുൾപ്പെടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉയർന്ന ജീവിതവും ഉണ്ടായിട്ടുണ്ട്. അവർക്കത് സാധ്യമായത് അവരുടെ മനസ്സിൻ്റെ എങ്ങനെയെങ്കിലും അത് സാധ്യമാക്കണം, അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് നേടണം എന്ന അതിയായ ആഗ്രഹമാണ് അവരെ അത്തരത്തിലുള്ള ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അത് പിന്നീട് ചെയ്യാം എന്ന് ചിന്തിക്കുകയോ ചെയ്ത് അതിനെ മാറ്റിവെക്കരുത്. പ്രകൃതിയിൽ സമൃദ്ധമായിട്ട് വെള്ളവും വെളിച്ചവും മണ്ണുമെല്ലാം ഉണ്ട് എന്ന് കരുതി നമ്മളൊരു വിത്ത് പാകിയാൽ അതിനെ വേണ്ട വിധത്തിൽ പരിപാലിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് യാതൊരു ഫലവും കിട്ടുകയില്ല, അല്ലേ? അതുപോലെ അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിനു വേണ്ട പരിശ്രമവും അധ്വാനവും നൽകിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് എനിക്ക് ചുറ്റും ഇരുട്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? വെളിച്ചം ലഭിക്കണമെങ്കിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് വരണം, അല്ലേ? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ അവസരങ്ങളെയും നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുക. അനന്തമായ സാധ്യതകളുടെ ലോകമാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇല്ലായ്മകളെക്കുറിച്ച് പറഞ്ഞിരിക്കാതെ നിറവുകളുടെ ലോകത്തേക്ക് നോക്കി ഉയരങ്ങളിലേക്ക് പറക്കാനായി ശ്രമിക്കുക.